ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ വെച്ചാൽ ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിപ്പോൾ ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുക്കിംഗ് അറിയണമെന്നില്ല, അത്രയ്ക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തത്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ആക്കുക, അതേപോലെ സോയാ സോസ്. കുറേ സ്പൈസസ് ഒന്നും നമ്മളിതിൽ ആഡ് ആക്കില്ല കേട്ടോ. നമ്മളാകെ സോയാ സോസും അതേപോലെ പെപ്പർ പൗഡറാണ് ആഡ് ആക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കും പെപ്പർ പൗഡർ അതേപോലെ സോയാ സോസും ആഡ് ആക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചിക്കൻ ഫ്രൈഡ് റൈസിന് വേണ്ട എന്താ പറയുക ഐറ്റംസൊക്കെ. ഇത് ബസ്മതി റൈസില്ലേ 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്യണം. പിന്നെ അതേപോലെ സോൾട്ട്, പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കന്, പിന്നെ 2 എഗ്ഗ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ കോക്കനട്ട് ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കണത്. പിന്നെ കുറേ മസാലാസ് ഒന്നും വേണ്ട കേട്ടോ. പിന്നെ നമുക്ക് അതേ ഓയിൽ തന്നെ നമ്മളെ എഗ്ഗും സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതല്ലേ ഇപ്പം എന്താ പറയുക പ്രത്യേകത, ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിം ഓർക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് നമ്മളൊരു കടായി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓയിൽ, എന്നിട്ട് പിന്നെ നമ്മളെ ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ചതച്ചത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഇല്ലേ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യാൻ. പിന്നെ കരിയാതെ നോക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിടുമ്പം. പിന്നെ നമുക്ക് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ്, സ്പ്രിങ് ഒണിയന് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസ് പറയുമ്പോൾ മിക്സിങ് കേട്ടോ മെയിൻ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രൊക്കോളിയോ അതേപോലെ വേറെ വെജിറ്റബിൾസൊക്കെ ആഡ് ആക്കണമെങ്കിൽ ആഡ് ആക്കാം കേട്ടോ. കാരണം വെജിറ്റബിൾ കൂടുതൽ യൂസ് ആക്കണം നല്ലത്. പിന്നെ ഇതിൽ നമുക്ക് സോയാ സോസും ആഡ് ആക്കാം. ഇതിൽ നമ്മൾ സോയാ സോസ് ആഡ് ആക്കി. ഇതിൽ സ്പൈസസ് ആയിട്ട് നമ്മൾ മെയിനായിട്ട് സോയാ സോസും പിന്നെ പെപ്പർ പൗഡർ മാത്രമായിട്ട് ആഡ് ആക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മളെ ചിക്കനും എഗ്ഗും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ റൈസ് വേവിക്കാൻ വെക്കണ വെള്ളത്തേക്ക് നമുക്ക് ലെമണ് കുറച്ച് ആഡ് ആക്കി എടുക്കും. കാരണം എന്താ വെച്ചാൽ ഒരു കളർ കിട്ടും. പിന്നെ ആ റൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പാത്രം മാറിയല്ലോ എന്ന്. കാരണം മറ്റേ കടായിൽ നമുക്ക് മിക്സ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പാത്രം മാറ്റിക്കണേ. അപ്പം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഈ ഫ്രൈഡ് റൈസ് പറയുമ്പോൾ മിക്സിങ് ആട്ടോ മെയിൻ. എന്നിട്ട് അതിലേക്ക് നമുക്ക് സോയാ സോസ് അതേപോലെ നമ്മളെ മെയിൻ സാധനമില്ലേ പെപ്പർ പൗഡർ അതും കൂടി ആഡ് ആക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസ് എന്നൊക്കെ കേൾക്കുമ്പോൾ മിക്സിങ്ങും ഹൈ ഫ്ലെയിമും നന്നായിട്ട് ഓർക്കാം കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമ്മൾ സ്പൂണോ അല്ല മറ്റേ കോരിയൊന്നും വെച്ചിട്ടല്ല നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ കൈയിനോട് മറ്റേ ഈസ്തറ്റിക് പോലെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം 5 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഫ്രൈഡ് റൈസില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.